ദിൽജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ്, പിന്നെ ഒരു പേരും കൂടെ എടുത്തു പറയണം, മജീദ് മ്യൂസിക് കമ്പോസർ. ഇവർ 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എടുത്ത് പറയേണ്ടതുണ്ടോ? അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, യെസ്, റൈറ്റർ തന്നെയാണ് സിനിമാറ്റോഗ്രാഫർ. അത് ഇവരുടെ കിഷ്കിന്ദ കാണ്ട സിനിമ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. അതായത് ഓരോ ഫ്രെയിമും എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബോധ്യമുള്ള ആളാണ് ഈ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ ഫീല്, ആ സാധനം എനിക്ക് തോന്നുന്നു അത് റെയറാണ്. അങ്ങനെ അധികം സിനിമകളിലൊന്നും ഒരു സിനിമാറ്റോഗ്രാഫർ എഴുതിയതായിട്ട് അറിവിലില്ല. അതെ, എല്ലാ കഴിവുകളൊക്കെ ഉള്ള ആളുകളൊക്കെ കാണുമായിരിക്കും, ഓൾറൗണ്ടേഴ്സൊക്കെ കാണുമായിരിക്കും. പക്ഷേങ്കിലും ഇതുപോലെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എഴുതാൻ കഴിവുള്ള 2 പേരെ കിട്ടത്തില്ല. അതായത് ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററേയും സിനിമാറ്റോഗ്രാഫറേയും 2ആയിട്ട് കിട്ടത്തില്ല. ഇത് ഒരാൾ ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി, അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കിഷ്കിന്ദ കാണ്ട സിനിമ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ടീം ഇനി എന്ത് സംഭവമായിട്ട് വന്നാലും 100% പ്രോമിസിങ് ആയിരിക്കും, തിയേറ്ററിൽ പോയി കാണാം. ഞാൻ അന്ന് ആ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സെയിം ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇതുപോലുള്ളൊരു പാറ്റേണിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ യുണീക്കായിട്ട് തന്നെയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ. അതിന് ഹാറ്റ്സ് ഓഫ്. 2 പേരെയാണ് എടുത്തു പറയേണ്ടത്, ബാഹുൽ രമേശ് ആൻഡ് ദിൽജിത്ത് അയ്യത്താൻ. പിന്നെ മജീദിൻ്റെ ആ ഒരു കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ നമുക്കറിയാം, അതിൻ്റെ എൻറ്റയർലി ന്യൂ വേൾഡിലോട്ട് ആ മ്യൂസിക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ നോളൻ്റെ ഇൻറ്റർസ്റ്റെല്ലാറിലൊക്കെ ചെയ്യുന്ന പോലുള്ളൊരു സാധനമാണ്. അത് വളരെ ഫീബിളായിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പണി എടുത്തിട്ടുണ്ട്. സാധാരണ കമ്പോസേഴ്സൊക്കെ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും, ഇദ്ദേഹം പ്യുവർലി ആ പിയാനോ പോലുള്ളൊരു സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത് വേറൊരു മൂഡാണ് സെറ്റ് ചെയ്യുന്നത്. ആ മൂഡിനനുസരിച്ചുള്ള ഫ്രെയിംസ്, പ്രത്യേകിച്ച് ഈ കാട്ടിനകത്തോട്ട് സിനിമ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് ഞാൻ ഈ കാട്ടിൽ കൂടെ കയറുന്നത് കൊണ്ട് എനിക്കറിയാം. ആ ഒരു കാട് കയറുമ്പോൾ കിട്ടുന്നൊരു വൈബ്. പിന്നെ സിനിമാറ്റോഗ്രാഫറുടെ സ്ക്രീൻ പ്ലേ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ്. നിങ്ങൾക്ക് സിനിമ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഓരോ ക്യാമറ മൂവ്മെൻറ്റ്സും അദ്ദേഹം ആ സ്ക്രീൻ പ്ലേക്ക് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഓരോ സീനും ഡെലിവറി ചെയ്യേണ്ട ഇമോഷൻസ് ഒക്കെ ക്യാമറ മൂവ് ചെയ്യിക്കുന്ന ആ ഒരു പ്ലേയിൽ വരെ അദ്ദേഹം ആ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ ഓർഡിനറി പരിപാടിയാണ്. സിനിമ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ത്രില്ലർ ജോൺറയാണ്. എന്നാൽ ആ ത്രില്ലർ ജോൺറയെ പോലും അവർ വളരെ സ്ലോ പേസിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ മിസ്റ്ററി എന്ന് തോന്നിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ അവരിങ്ങനെ ഇട്ട് തരും. അതായത് ഇങ്ങനെ സ്ലോലി അങ്ങനെ അൺഫോൾഡ് ചെയ്താണ് വരുന്നത്. ഓരോ കഥാപാത്രങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരുന്നാലൊക്കെ അങ്ങനെ സ്ലോ പേസിൽ നോൺ ലീനിയർ ആയിട്ടൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മളങ്ങനെ കണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ കിട്ടും. അങ്ങനെ സ്ലോലി അങ്ങനെ അൺവെയിൽ ചെയ്ത് പറയാണ് കഥ. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സംഭവമായിട്ട് അങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ സെക്കൻഡ് ഹാഫും അതേ പാറ്റേണിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ട് അങ്ങനെ പോയി ഇതിൻ്റെ ഈ സംഭവം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനത്തിനെ കുറിച്ചുള്ളൊരു, അതായത് ഈ ക്യാരക്ടേഴ്സും ഈ വേൾഡും ഈ കഥയെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയതിന് ശേഷം സിനിമയുടെ അവസാനം വരെ, അതായത് ലാസ്റ്റ് ടെയിൽ എൻഡ് വരെ ഒരുപാട് കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തി ഓരോന്നോരോന്നങ്ങോട്ട് അൺവെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലോ പേസിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡും ഒരു ഗംഭീര തിയേറ്റർ അനുഭവമാണ്. എനിക്കിനി ഈ സിനിമ ഒന്നുകൂടെ കാണണം. ഞാൻ ചിലപ്പോൾ 2 തവണയൊക്കെ കണ്ടെന്നിരിക്കും. ഞാൻ കിഷ്കിന്ദ കാണ്ട 3 തവണ കണ്ടായിരുന്നു. ഈ മൂവി ഇനിയിപ്പോൾ ഇന്ന് കണ്ടത് ഒരു 7.1 ഡോൾബി ഉള്ള ഒരു തിയേറ്ററിലാണ്. ഇനി അത് ഡോൾബി അറ്റ്മോസ് ഉള്ളൊരു തിയേറ്ററിലും കൂടെ കണ്ടാലേ അതൊരു കംപ്ലീറ്റ് ആയ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രെയിംസ്, സിനിമാറ്റോഗ്രാഫി, ഞാൻ ആദ്യമേ പറഞ്ഞു വന്നതിലൊക്കെ സിനിമാറ്റോഗ്രാഫി ഉണ്ട്. എങ്കിലും കാടിൻ്റെ പശ്ചാത്തലം എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത്, അത് വൈഡ് ആംഗിൾ വ്യൂസ് ആയിട്ട് ചില മിസ്റ്ററി എന്ന് തോന്നിക്കുന്ന ചില രംഗങ്ങളായിരുന്നാലും കാടിൻ്റെ ആ ഒരു സ്പന്ദനം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ ഒരു സിനിമാറ്റോഗ്രാഫറാണ് ആ ക്യാമറ മൂവ് ചെയ്യിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അവർ ആ കാടിൻ്റെ ബ്യൂട്ടി നിലനിർത്തുകയും ചെയ്യും. സെയിം ടൈം അതിനകത്ത് ഈ സംഭവ വികാസങ്ങളിലൂടെ നടന്നു പോവുകയാണ്. അതൊരു വല്ലാത്ത ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടി ബാഹുൽ രമേശിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പിന്നെ അതിനൊത്ത പെർഫെക്ഷനിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടർ ദിൽജിത്ത് അയ്യത്താൻ. കോംബോ വാവ്, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ പോയി തിയേറ്ററിൽ, അതും കുട്ടികളുമായിട്ടൊക്കെ പോയി കാണാവുന്ന സിനിമയാണ്. അത് ഒത്തിരി വൾഗറായിട്ടുള്ള സീനുകളോ ബ്ലഡ് ഷെഡോ അങ്ങനെയുള്ള ഒന്നുമില്ല. കുറേ ചതിവുകളും
അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. പക്ഷേ ആ ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമ കുറച്ച് ഭാഗങ്ങളൊക്കെ ഗ്രാഫിക്സ് ആണോ VFX ആണോ അതേ ഇനി AI ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണോ എന്നൊക്കെ തോന്നിപ്പോയി. ഇനി AI ആവാൻ സാധ്യതയില്ല, VFX ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി വേറെ ഏതോ രാജ്യത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് ഈ മലേഷ്യ കാണിക്കുന്നത് ഗ്രാഫിക്സിൽ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ഗ്രാഫിക്സും അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ പോലും ഇത്രയും ഉൾക്കാടുകളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ VFX ഗ്രാഫിക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു കളർ ടോണിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു അസ്വാഭാവികതയൊക്കെ തോന്നാം. പക്ഷെ അതൊന്നും തോന്നാത്ത രീതിയിലാണ് അതിനെയും കൂടെ ഇതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് എഡിറ്റർക്ക് വലിയ പണി ഉണ്ടായിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സിനിമാറ്റോഗ്രാഫർ എടുക്കുന്ന ഓരോ ഷോട്ടിലും ടൈമിങ്ങിനനുസരിച്ച് കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയാനേ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഓരോ ഫ്രെയിമും ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. സൂരജ് GS ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റൺസ് ശ്രാവൺ സത്യ. ആക്ഷൻ കൊറിയോഗ്രഫിയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികളാണ്. അല്ലാതെ ഈ റോപ്പിൽ വലിഞ്ഞുള്ള പരിപാടിയൊന്നുമില്ല, ഓവർ ദ ടോപ്പ് ഒരു പരിപാടികളുമില്ല. വളരെ നാച്ചുറലായിട്ട് കാടിനകത്തൊക്കെ ഉള്ള ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ അല്ലെങ്കിൽ 3 പേര് തമ്മിലൊക്കെ ഉള്ള ഭയങ്കര ഒരു അജിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അവർ കാട്ടിക്കൂട്ടുന്ന കുറേ പരിപാടികളാണ്. അത് നല്ല റോ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല റോ ആയിട്ട് തന്നെ അത് സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട്. സോ പ്രീമിക്സ് എഞ്ചിനീയർ VFXനെ കുറിച്ച് വല്ലതും കൊടുത്തിട്ടുണ്ട്. കളർ ഡിപ്പാർട്ട്മെൻറ്റ് സജിത് രാജേന്ദ്രൻ. പിന്നെ സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം സിനിമ ഒരു ഡിഫറൻറ്റ് സാധനമാണ്. അത് പോയി നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ നരയനുണ്ട്. എല്ലാ ആക്ടേഴ്സും അവരുടേതായിട്ടുള്ള ദ ബെസ്റ്റ് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ബിനു പപ്പു, അശോകൻ, അതുപോലെ ഇതിനകത്ത് ആ ഒരു സന്ദീപ് പ്രദീപാണ് അദ്ദേഹത്തിൻ്റെ പേര്, മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് സന്ദീപ് പ്രദീപ്. ഹാറ്റ്സ് ഓഫ് മാൻ, ഇതൊരു അഭിനയമാണ് ഈ പയ്യൻ. പടക്കളത്തിലും പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ മാൻഡ്രസത്തിലൊക്കെ പഴയകാല ജഗതി, അദ്ദേഹം കോമഡി ചെയ്താലും വർക്കാവുന്നുണ്ട്, എങ്കിലും എവിടെയൊക്കെ ഒരു പഴയകാല ജഗതി ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതും ആ ആക്ടറിലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഗംഭീര നടനാണ്. അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ ആ ഒരു ഫേസും അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ നോട്ടീസ് ചെയ്യും എല്ലാവരും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ക്രിയേറ്റർ ട്രയോയുടെ കയ്യിൽ, അതായത് ദിൻജിത്ത് പേരെപ്പോഴും തെറ്റിപ്പോൾ, ദിൻജിത്ത് അയ്യത്താണല്ലേ, ദിൻജിത്ത്, ബാഹുൽ രമേശ് ആൻഡ് മുജീബ് മജീദ്, ഈ 3 ട്രയോയുടെ കയ്യിൽ ഏത് നടനെ കിട്ടിയാലും, കാരണം അവർക്ക് നടനൊന്നും അവിടുത്തെ പ്രശ്നമല്ല, അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു കോണ്ടന്റ്, അതിനകത്ത് അവർ ആരെ പ്ലേസ് ചെയ്താലും, ആരെ കാസ്റ്റ് ചെയ്യുന്നു, എക്സലൻറ്റ് കാസ്റ്റിംഗ് ആണ്. എങ്കിലും നമ്മുടെ മലയാള സിനിമയിൽ നടന്മാരുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കോലാഹലം, ആ കോലാഹലം ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവരുണ്ടാക്കുന്ന കോണ്ടന്റിന് ആവശ്യത്തിനുള്ള ഏത് നടനെ കിട്ടിയാലും ആ മോൾഡിനകത്ത് ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ അവർക്കറിയാം. അപ്പോൾ എന്തായാലും ഗംഭീര തിയേറ്റർ അനുഭവമായിരുന്നു. തിയേറ്ററിൽ അങ്ങനെ ആസ്വദിച്ച് സിനിമ തുടങ്ങി അവസാനം വരെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടിരുന്ന് ആസ്വദിച്ചേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.